ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരീക്ഷണം എന്ന് പറയുന്നത് നമ്മൾ ഉന്നക്കായ അടയാണ് കേട്ടോ. നമ്മൾ ഉന്നക്കായൻ്റെ ചെറിയൊരു അനിയനൊക്കെ ആയിട്ട് ഒരു സംഭവം നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കണം. മുന്തിരി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് മുന്തിരി ഉണ്ടായില്ല, അപ്പോൾ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടാകും. നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് കരിഞ്ഞോടെ റോസ്റ്റ് ചെയ്ത സമയത്ത് കറണ്ട് പോയായിരുന്നു, അപ്പോൾ ആ ശ്രദ്ധ മാറി. അപ്പോൾ എന്താ പറയുക, നമ്മൾ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മുറി നാളികേരം കൊണ്ടും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉന്നക്കായ ഉണ്ടാക്കൂലേ, നമ്മൾ ഉന്നക്കായ്ക്ക് ഫില്ലിങ്സൊക്കെ ഉണ്ടാക്കുമല്ലോ, അതേമാതിരി തന്നെ നമ്മൾ ഫില്ലിങ്സ് ഉണ്ടാക്കണം കേട്ടോ. ചിലർ മുട്ട വെച്ച് ചെയ്യും, ചിലർ നാളികേരം വെച്ച് ചെയ്യും. അപ്പോൾ ഞാൻ നാളികേരം വെച്ചിട്ടാണ്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര എടുത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 3 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിരുന്നത്. ഇനി ഇതിൽ കൂടുതൽ ഇടുന്നവർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം വെച്ചാൽ മധുരം എന്ന് പറയുന്നത് ഓരോരുത്തർ ഇഷ്ടമല്ലേ, കൂടണോ കുറയണമെന്നുള്ളത്. നമുക്ക് ചെറിയൊരു സ്മെല്ലിന് വേണ്ടി 2 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പഴം വേണം. പഴം കുറച്ച് പഴുത്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ പഴം ഒന്ന് അരിഞ്ഞ് കൊടുത്തിട്ട് നമുക്ക് ഇനി ആവശ്യമുള്ളത് 2 മുട്ടയാണ്. 2, 3, 4 മുട്ടയായാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ അവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ക്വാണ്ടിറ്റി കൂടുന്നതനുസരിച്ച് നമുക്ക് മുട്ടയുടെ അളവും കൂട്ടാം കേട്ടോ. 2 മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. 2 മുട്ട ഉടച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്കും 2-3 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. അതും മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് മധുരം ഇഷ്ടമല്ലാന്ന് തോന്നുന്നവരാണ് ചെറിയൊരു ഉപ്പില്ലേ, കുറച്ച് ഉപ്പ് അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മൾ മധുരം ബാലൻസ് ആയി നിൽക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ അടിച്ചെടുക്കണം. അപ്പോൾ അടിച്ചെടുക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം മറന്നു, നമുക്ക് 1/2 കപ്പ് പാലും കൂടിയും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം മിക്സിയിൽ ചേർത്ത്. പഴമൊക്കെ നല്ലോണം അരഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ലോണം അടിച്ചെടുക്കാൻ ശ്രമിക്കുക. നമുക്ക് അടിച്ചത് നമുക്ക് മാറ്റി വെക്കാം. ഈ ഒരു പാനിന് വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യൊന്ന് ഒഴിച്ച് കൊടുക്കണം. നല്ലോണം ഒന്ന് തടവി കൊടുക്കുക കേട്ടോ. എല്ലായിടത്തും കൂടെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ബ്രഷ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചുറ്റിച്ച് കൊടുത്താൽ തടവി കൊടുത്താലും മതി. അപ്പോൾ എൻ്റെ അടുത്ത് ബ്രഷ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതുപോലെ ചുറ്റിച്ച് കൊടുക്കുകയാണേ. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ആ പഴത്തിൻ്റെ അതുണ്ടല്ലോ അടിച്ചു വെച്ചത്, അതിൽ കൂടെ ഒന്ന് ഒഴിച്ച് വെച്ചാൽ കുറച്ച് മാറ്റി വെക്കണ്ടല്ലോ 2 ലെയറിന് വേണ്ടിയിട്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച നാളികേരം ഉണ്ടല്ലോ അതിൻ്റെ മേലെ കൂടെ ഒന്ന് ഇതേപോലെ ഇട്ട് കൊടുക്കുക. റൗണ്ടുള്ള ഒന്നും കൂടി കുണ്ടുള്ള പാത്രമാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ കുറച്ചുകൂടി കട്ടിയുണ്ടോ. പിന്നെ ഒരു കട്ടില്ലാത്തതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞുപോയി. മറിച്ചിട്ട സമയത്ത് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞുപോയി. അപ്പോൾ വീടിൻ്റെ അവസാനം കാണാം കേട്ടോ. അപ്പോൾ ബാക്കി വന്ന ബാറ്ററി ഉണ്ടല്ലോ ഇതിൻ്റെ മേലെ കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് എല്ലായിടത്തും കൂടെ ഒന്ന് സ്പ്രെഡ് ആവുന്ന രീതിയിലൊന്ന് തടവി കൊടുക്കാം കേട്ടോ. നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കണം. ഒരു 10 മിനിറ്റോളം ലോ ഫ്ലെയിം ഇട്ടിട്ട് വേണ്ട വേവിക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോട്ടാം. അപ്പോൾ അടിയിൽ കട്ടിയുള്ള പാത്രമൊക്കെ വെക്കുകയാണെങ്കിൽ ഒന്ന് ബെറ്റർ ആയിരിക്കും. അപ്പോൾ സംഭവം സെറ്റ് ആയിട്ട് അപ്പോൾ തിരിച്ചിട്ടും നമുക്ക് വേവിക്കണം കേട്ടോ. അപ്പോൾ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ലുക്കിലല്ല കാര്യം, ടേസ്റ്റിലാണ് കാര്യം. അപ്പോൾ മുറിഞ്ഞാലും പ്രശ്നമൊന്നും നല്ല ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യും.